ഇതാണ്. കാണുന്നുണ്ടോ സാറേ? സാർ കാണാം. ഓക്കെ. ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടോ, വിൽ ഗൂഗിൾ കോണ്ടന്റ് ചിപ്പ് എഫക്ട് ബിറ്റ്കോയിൻ എന്നാണ് ചോദിച്ചത്. അതായത് കോണ്ടന്റ് ചിപ്പ് വലിയ രീതിയിൽ വരുമ്പോൾ ബിറ്റ്കോയിൻ അത് എന്തെങ്കിലും ഡാമേജ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ ആൻസർ കണ്ടോ, ഗൂഗിൾ കോണ്ടന്റ് ക്ലിപ്പ് ചിപ്പ് വില്ലോ, അതിന്റെ പേരാണ് കേട്ടോ, വില്ലോ എന്നതിന്റെ പേരാണ്, ഹാസ് സ്പാർക്ക്ഡ് കൺസേൺ അബൌട്ട് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓൺ ബിറ്റ്കോയിൻ സെക്യൂരിറ്റി. ദ ചിപ്പിന്റെ അതിന്റെ വൈറ്റ്, അതായത് നമ്മൾ സാധാരണ ഈ നമ്മൾ ഒരു ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന നമ്മൾ അതിന്റെ ഒരു കണക്കാണ് 105 ക്യൂബിക്സ് അളവ് പറയുന്നുണ്ട്. എനേബിൾ ഇറ്റ് ടു പെർഫോം കോംപ്ലക്സ് കാൽക്കുലേഷൻ അറ്റ് ഇൻക്രെഡിബിൾ സ്പീഡ്. അതായത് 105 ക്യൂബിക്സിലുള്ള ഈ ഒരു സംവിധാനം വെച്ച് അവർക്ക് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വരെ നടത്താൻ പറ്റുന്ന പറയുന്നത്. അപ്പോൾ അത്ര പവർഫുൾ ആയിട്ടുള്ളതാണ് അത്. അപ്പൊ അതിന്റെ ക്യൂബിക്സ് എത്രയാണ്? നമ്മൾ ആ സാധാരണ ഇന്റർനെറ്റിൽ ബൈറ്റ് ആണ് നമ്മൾ മുമ്പ് ഉപയോഗിക്കുന്നത്, ഇവിടെ ക്യൂബിക്സ്. അപ്പൊ 105 ക്യൂബിക്സ് ആണ്. തൊട്ട് താഴത്തെ പാരഗ്രാഫിൽ നിങ്ങൾ വായിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ഒരു പാരഗ്രാഫാണ്. However, experts believe that Willow's current power is insufficient to breach Bitcoin encryption. ബിറ്റ്കോയിന്റെ എൻക്രിപ്ഷനെ മറികടക്കാൻ ഈ വില്ലോക്ക് സാധിക്കില്ല. എന്തുകൊണ്ട്? വിച്ച് വുഡ് റിക്വയർ ആൻ എസ്റ്റിമേറ്റഡ് 1 മില്യൺ ക്യൂബിക്സ് എന്ന് വെച്ചാൽ 10 ലക്ഷം ക്യൂബിക്സ് ആണ് ബിറ്റ്കോയിൻ. അതിന്റെ പ്രോഗ്രാമില് വരണമെങ്കിൽ 10 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ക്യൂബിക്സ് കൊണ്ട് മാത്രമേ ഇതിനെ മറികടക്കാൻ പറ്റൂ, ബിറ്റ്കോയിനെ മറികടക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ 105 ഒന്ന്, മറ്റത് 10 ലക്ഷം. 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം. അതായത് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളതിൽ 105 രൂപയുണ്ട്, വേറൊരാളെടുത്ത് 10 ലക്ഷം രൂപയുണ്ട്. എത്രത്തോളം മാച്ചിങ് ചെയ്യും? അതായത് അവർ തന്നെ പറയുന്നു, വരുന്ന 10-20 വർഷം ഈ ഗൂഗിളിന്റെ ക്വാണ്ടം ചിപ്പ് പ്രവർത്തിപ്പിച്ചാലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാൽ പോലും ബിറ്റ്കോയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് താഴെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ വളരെ വിശദമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അത് കുറച്ച് ഞാൻ അടുത്ത സ്ക്രീനിൽ പോവാം. അടുത്തൊരു സ്ക്രീനിൽ നിങ്ങൾ കണ്ടോ, താഴോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് 10-20 വർഷം കൊണ്ട് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ചിപ്പ് വെച്ച് ഇവർക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ 10-20 വർഷം ഡെവലപ്പ് ചെയ്താൽ ഗൂഗിളിന് ചെയ്യാൻ പറ്റുമെങ്കിൽ, പക്ഷെ അവിടെ വേറൊരു സംഭവം പറയുന്നു, ടു അഡ്രസ് ദിസ് കൺസേൺ ബിറ്റ്കോയിൻ ഡെവലപ്പേഴ്സ് ആർ ആക്റ്റീവ്ലി എക്സ്പ്ലോറിംഗ് ക്വാണ്ടം റെസിസ്റ്റൻസ് ക്രിപ്റ്റോഗ്രാഫി. അതായത് 20 കൊല്ലം കൊണ്ട് ബിറ്റ്കോയിന്റെ ടീം എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ടെക്നോളജിയിലേക്ക് അവർ മാറുന്നുണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ലോകത്തിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ക്വാണ്ടം ചിപ്പാണോ വലുത്, ബിറ്റ്കോയിന്റെ ടെക്നോളജിയാണോ വലുത്? നമ്മൾ ആലോചിക്കേണ്ടത് 105 ഒന്ന് നിങ്ങൾ നോക്കുക, 105 ക്യൂബിക്സ് ആണെങ്കിൽ ബിറ്റ്കോയിന്റെ 10 ലക്ഷം ക്യൂബിക്സ്. അപ്പോൾ അതിന്റെ പവർ എന്തായിരിക്കും? അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ എപ്പോഴും ബിറ്റ്കോയിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബിറ്റ്കോയിന്റെയും ഈ നമ്മുടെ ഫാമിലിയും ഒരേ ഗ്രൂപ്പാണെന്ന് നമ്മൾ പലപ്പോഴും രവികുമാർ സാറടക്കം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തെളിവുകളുണ്ട് അതിന്റെ ബേസ് ചെയ്താണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും പേഴ്വേനോ വിദേശ മറ്റോ ഞങ്ങൾ ബിറ്റ്കോയിന്റെ ഭാഗമാണെന്ന് പറയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പോ നമുക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചർ അത്ര വലുതാണ്. ഈ ഒരു വർഷം പേഴ്വേനെ ചേർത്ത് വിളിച്ച ഒരാളും പിന്നീട് പണത്തിന് വേണ്ടി ഒരാവശ്യത്തിന് ഒരു ബാങ്കിനെയോ ഒരു വ്യക്തിനെയോ സമീപിക്കേണ്ടി വരില്ല. വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞു, ഞാൻ സീലിംഗ് അച്ചീവ് ചെയ്തു. നമ്മളെ ഏർലി ബേർഡിന്റെ വളരെ സ്പീഡിലൊന്നുമല്ല, 100 ദിവസം കൊണ്ടാണ് അച്ചീവ് ചെയ്തത്. ഞാൻ എൻ്റെ മറ്റേ ആർമീന്റെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തത്. അതിൽ ഞാനൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയ സാറ് പറഞ്ഞ കണക്കെ 800 ദിവസം കൊണ്ട് നമുക്ക് ടോട്ടലി 1.5 കോടി രൂപയിൽ മുകളിൽ വരുമാനം കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിനൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഏകദേശം എൻ്റെ വേറെ 2 ഐഡിയയും ഒപ്പത്തിനോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഉദ്ദേശവും എന്നെ സംബന്ധിച്ച്, ഞാൻ ഫാമിലി ആയിട്ട് മുമ്പ് തന്നെ സാമ്പത്തികമായിട്ട് മോശമില്ലാത്തൊരു കുടുംബ ബാക്ക്ഗ്രൗണ്ട് എനിക്കുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൽ വരുന്ന റിവാർഡുകളെല്ലാം മറ്റേ ആർമിയോട് സഹകരിക്കുന്ന കോറായിട്ടുള്ള ആളുകളെ താഴെ തീർച്ചയായിട്ടും ഞാൻ ഫാമിംഗ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അന്ന് എന്താണോ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൈസ കൂടുതൽ കിട്ടുന്ന ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ
അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ സുഹൃത്തുക്കളെ? വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. കാരണം നമ്മൾ നെറ്റ്വർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾ ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം 100% വാക്ക് പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും മെറ്റാ ആർമിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ഭാവി 2025 സുരക്ഷിതമായിരിക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം നിർത്തുന്നു. ജയ് കോൽവിൻ. താങ്ക് യു.